ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ അടുത്ത യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്, മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസിൻ്റെ അടുത്ത യൂണിറ്റ് കേട്ടോ. സോ ഇവിടെ ഗുളിഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് SOI തിയറിയാണ് പറയുന്നത്. സോ ഗുളിഫോർഡ് ആണ് മൾട്ടി ഡയമെൻഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. 3 ഡയമെൻഷനിലൂടെയാണ് ഒരു ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞത് കേട്ടോ. അതായത് ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ലൈക്ക് കോഗ്നിഷൻ, മെമ്മറി, ഡൈവേർജൻ പ്രൊഡക്ഷൻ ഒക്കെയാണ്. കണ്ടന്റ് നിങ്ങൾ എന്തിനെ പറ്റി ചിന്തിക്കുന്നു, ഫിഗറൽ, സിംബോളിക്, സിമാറ്റിക് ആൻഡ് പ്രൊഡക്റ്റ്. സോ യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻസ് കേട്ടോ. സോ ടോട്ടൽ ഫാക്ടേഴ്സ് 5 ഓപ്പറേഷൻസ് ആണ്, ഇൻറ്റു 4 കണ്ടന്റ് ഇൻറ്റു 6 പ്രൊഡക്ട്സ്, ടോട്ടൽ 120 എബിലിറ്റീസ്. സോ ലേറ്റസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് 150 ആയിട്ടുണ്ട് കേട്ടോ. സോ സ്ട്രെങ്ത് പറയുവാണെങ്കിൽ എംഫസൈസ് ക്രിയേറ്റിവിറ്റി. സോ ക്രിയേറ്റിവിറ്റീൻ്റെ അങ്ങ് ടോപ്പ് മോസ്റ്റ് പറയുന്നുണ്ട്, കാര്യം എങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിലായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ലിമിറ്റേഷൻ ഉണ്ട്, കോംപ്ലക്സ് ആണ്, ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ്. കാര്യം ഇത്രയും എബിലിറ്റീസ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിയാൻ ഇച്ചിരി പാടുള്ള മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും നോക്കി നിൽക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്. സോ ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. സോ പ്രപ്പോസ് ബൈ ഹോഗ്വർഡ് ഗാർഡൻ 1983 സോ ഇൻ്റലിജൻസ് ഇസ് നോട്ട് യൂണിറ്ററി. സോ പീപ്പിൾ ഹാവ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അത് ഒരൊറ്റ ഇൻ്റലിജൻസ് മാത്രമല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്, അത് മൊത്തം 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്, ഗാർഡനർ പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ 9 ആയിട്ടുണ്ട് കേട്ടോ. സോ സ്ട്രെങ്ത് പറയുവാണെങ്കിൽ അക്നോളജ് ടാലൻറ്റ് ബിയോൺ അക്കാഡമിക്സ്. സോ അക്കാഡമിക്സിനേക്കാൾ ബിയോൺ ആയിട്ട് എന്തെങ്കിലും ടാലൻസുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലിമിറ്റേഷൻ എംപിരിക്കൽ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. സോ ഇൻ്റലിജൻസിലാണ് ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മ്യൂസിക്കൽ, ബോഡിലി, സ്പേഷ്യൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്. 9 ടെൻറ്റേറ്റീവ് ആണ്, സോ എക്സിസ്റ്റൻഷ്യലാണ് കേട്ടോ. സോ ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ അറിയാം നിങ്ങൾക്ക് ലാംഗ്വേജ് ആണ്. സോ എഴുതുക എന്നുള്ളതൊക്കെയാണ് വരിക. സോ ലോജിക്കൽ മാത്സ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ലോജിക്കാണ് മാത്സ് സയൻസ്. മ്യൂസിക്കലാണെങ്കിൽ സൗണ്ട്, പിക്ചർ, റിതം, മ്യൂസിഷ്യനാണ്. സോ ബോഡിലി ആണെങ്കിലോ ബോഡി എഫക്റ്റ്, ഡാൻസ്, അത്ലറ്റൊക്കെ നമ്മളെങ്ങനെ ബോഡിയല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ സ്പേഷ്യലാണ്. സോ വിഷ്വലൈസിങ് ഇൻ സ്പേസ്, ആർക്കിടെക്ചർ, ആർട്ടിസ്റ്റൊക്കെ. ഇൻ്റർപേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എങ്ങനെ മനസ്സിലാക്കുന്നു, ടീച്ചർ, തെറാപ്പിസ്റ്റ്. ഇൻ്റർപേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് വൺ സെൽഫ്, ഫിലോസഫർ, കൗൺസിലേഴ്സ് ഒക്കെ. നാച്ചുറലിസ്റ്റിക് ആണെങ്കിൽ പാറ്റേൺ മനസ്സിലാക്കുന്നത്, പാറ്റേൺസ് നേച്ചർ. സോ ബയോളജിസ്റ്റ്, ഫാമർ ഒക്കെ. ആൻഡ് എക്സ്റ്റൻഷ്യൽ ടെൻറ്റേറ്റീവ് ആണ്. ബിഗ് ലൈഫ് ക്വസ്റ്റ്യൻ, സ്പിരിച്വൽ ലീഡേഴ്സാണ്. അതായത് നമ്മൾ ജീവിക്കുന്നുണ്ടോ, നമ്മളതിൻ്റെ ചിന്തയാണോ എന്നൊക്കെ ചിന്തിക്കില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് സ്പിരിച്വൽ ലീഡേഴ്സൊക്കെയാണ്. നമ്മൾ പറയാൻ പോകുന്ന സ്റ്റാൻബേർഗ്സിൻ്റെ ട്രൈയാർക്കി തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ് കേട്ടോ. സ്റ്റാൻബേർഗ്സ് ട്രൈയാർക്കി. സോ റോബർട്ട് സ്റ്റാൻബേർഗ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഡെഫിനിഷനാണ്, പുള്ളിക്കാരൻ പറഞ്ഞതാണ്, അതുപോലെ പഠിക്കുക. എബിൾ ടു അച്ചീവ് സക്സസ്, ബേസിക്കലി സക്സസ് കിട്ടുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് സ്ട്രെങ്ത്തും കോമ്പൻസേറ്റിംഗ് ഫോർ വീക്ക്നെസ്. സോ വീക്ക്നെസ്സിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യുന്ന സക്സസും കൂടെയാണ്. പ്ലസ് ഇതാണ് എന്ത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. 3 കമ്പൗണ്ടാണ്. ദ ഫസ്റ്റ് വൺ ഈസ് കോമ്പൻഷ്യൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അവിടെ പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെയാണ്. സ്കിൽ മെഷർഡ് ഇൻ ട്രഡീഷണൽ IQ ടെസ്റ്റ്. ഇനി എക്സ്പെരിമെൻ്റലാണ്, ഡീലിംഗ് വിത്ത് നോവൽ സിറ്റുവേഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ് വരിക. ഇനി കോണ്ടെക്സ്റ്റുവലാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആണ്. സ്മാർട്ട് ഓർ റിയൽ വേൾഡ് സ്കില്ല്, അതായത് ഒരാൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിൽ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അഡാപ്റ്റീവ് ബിഹേവിയറാണ്, ഒരാൾ എത്രത്തോളം ആ എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ചെയ്യുന്നത്. ഹാർഡർ ടു മെഷർ പ്രാക്ടിക്കലി. സോ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കങ്ങനെ പ്രാക്ടിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരാൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റുക, അത് അയാളുടെ ടൈം എടുത്ത് ഒക്കെ അല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ സമ്മറി ഇത്രയേ ഉള്ളൂ. സോ കീ ഫോക്കസുകൾ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലക്റ്റ് ആൻഡ് ട്രയർക്ക് ഇൻ്റലക്റ്റ്. സോ തിയറി പ്രപ്പോസ് ചെയ്ത ആൾക്കാരാണ്. സ്ട്രക്ചർ ആണെങ്കിൽ 180 ഫാക്ടേഴ്സാണ്, മൾട്ടിപ്പിൾ 8 to 9, ട്രയർക്ക് ആണെങ്കിൽ അനലിറ്റിക്കൽ, ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ. സോ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അത് നോക്കി വെക്കുക. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഗുളിഫോർഡിൻ്റെ സ്ട്രക്ചേഴ്സാണ്. SOI തിയറി. സോ ഗുളിഫോർഡ് പ്രപ്പോസ് സ്ട്രക്ചർ ഓഫ് SOI തിയറി. അവിടെ സച്ച് ദാറ്റ് ഇൻ്റലിജൻസ് നോട്ട് എ സിംഗിൾ ട്രൈറ്റ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ട്രൈറ്റ് മാത്രമല്ല, കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ 3 ഡയമെൻഷൻ മോഡലാണ് പറഞ്ഞത്. 3 ഡയമെൻഷൻ ഓഫ് ഇൻ്റലിജൻസിൽ ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേഷനിലാണ്. നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുക, അവിടെ കൊഗ്നിഷൻ, മെമ്മറി, ഡൈവേർജൻ പ്രൊഡക്ഷൻ, കൺവേർഷൻ പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ. സോ കൊഗ്നീഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മെമ്മറി നമ്മൾ എങ്ങനെ റീകോൾ ചെയ്യുന്നു, ഡൈവർജൻ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെയാണ്. ആൻഡ് കൺവെർജൻ ആണെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും, ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവാലുവേറ്റിംഗ് ആണെങ്കിൽ ജഡ്ജിങ് ഓർ ഡിസിഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് കണ്ടന്റ് ആണ്, നിങ്ങളുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, വാട്ട് ദ മൈൻഡ് വർക്ക് വിത്ത്, ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ഫിഗറിലാണ്, റിയൽ വേൾഡ്, വിഷ്വൽ ആൻഡ് സൗണ്ട്സ് ആണ്. സോ വിഷ്വൽ, ഓഡിറ്ററി ഒക്കെ. ഇനി സിംബോളിക് ആണ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സയൻസ്. സിമാറ്റിക് ആണെങ്കിൽ വേർഡ് ആൻഡ് മീനിങ്, ബിഹേവിയർ, ഇൻഫോർമേഷൻ അബൌട്ട് പീപ്പിൾ, ആക്ഷൻ ഓർ എക്സ്പ്രഷൻ. ആൾക്കാർ എങ്ങനെ, അവരുടെ ബിഹേവിയർ എങ്ങനെ, ആക്ഷൻസ് എങ്ങനെ, എക്സ്പ്രഷൻ എങ്ങനെ.
പ്രൊഡക്ട്സ് ആണെങ്കിൽ റിസൾട്ട് ഓഫ് മെന്റൽ ഓപ്പറേഷൻ ആണ്. യൂണിറ്റ്സ് സിംഗിൾ ഐറ്റം ഓർ ബിറ്റ് ഇൻഫർമേഷൻ, ക്ലാസസ് ഗ്രൂപ്പിംഗ് ഓർ കാറ്റഗറീസ്. സോ ഈ രീതിയിലാണ്. ആൻഡ് റിലേഷൻസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ്? പ്രഡിക്ഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻ, സിസ്റ്റം കോംപ്ലക്സ് സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ, റിലേഷൻ ആണെങ്കിൽ കണക്ഷൻ ബിറ്റ്വീൻ ഐറ്റംസ് ആണ്. സോ ഈ 3 ഡയമെൻഷനും ഓപ്പറേഷൻ ആയിക്കോട്ടെ, അത് നോക്കുമ്പം നമ്മുടെ കൂടുതലായിട്ട് മൈൻഡുമായി ബന്ധപ്പെട്ട മെമ്മറി എങ്ങനെ, കോഗ്നീഷൻ എങ്ങനെ, കണ്ടന്റ് ആണ് നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ നമ്മൾ ഓഡിറ്റർ യൂസ് ചെയ്യുന്നു, വിഷ്വൽ യൂസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ആണെങ്കിലോ അവിടെ എങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നു, എങ്ങനെ കണക്ട് ചെയ്യുന്നു, കോംപ്ലക്സ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എങ്ങനെ കണക്ട് ചെയ്യുന്നു, മോഡിഫൈ എങ്ങനെ ചെയ്യുന്നു, പ്രെഡിക്റ്റ് എങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ കോമ്പിനേഷൻ എബിലിറ്റി എന്ന് പറയുന്നത് ഗുളിഫോർഡ് ഒറിജിനലി പ്രപ്പോസ് ചെയ്ത 5 ഓപ്പറേഷനും 4 കണ്ടന്റും 6 പ്രൊഡക്റ്റും, അത് 120 എബിലിറ്റീസ്. പിന്നെ അത് 150 എബിലിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. പിന്നെ സ്പെസിഫിക് സ്കില്ലിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടന്നു തന്നെ പോകുന്നുണ്ട് ഗുളിഫോർഡ്. മിക്കവാറും 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. സോ ക്രിറ്റിസം കോംപ്ലക്സ് ആയിരുന്നു, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ചില എബിലിറ്റീസ് ഓവർലാപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. എംപിരിക്കൽ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. സോ ഇത് ലെറ്റ് സം അപ്പ്. ബേസിക്കലി നമ്മൾ എന്താണ് ഇത്രയും നേരം പഠിച്ചത്, എന്തോ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. സോ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാസ്സിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുള്ളതാണ്. സിമ്പിൾ ചാപ്റ്ററാണ്, അധികമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ റെഫറൻസ് ആയിട്ട് ഗൈഡും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.